ശ്രീ സേനാപതി വേണു, എന്താണ് താങ്കൾ ഇതേക്കുറിച്ച് പറയുക? ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിക്കാതെയാണ് അദ്ദേഹം പോയത്. ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനെ നയിക്കുന്നൊരു നേതാവ് എന്ന നിലയിൽ പൂർണ്ണമായും അദ്ദേഹത്തിന് ആ മാധ്യമ വാർത്തയെ തള്ളിക്കളയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അതിനോട് പ്രതികരിക്കാൻ കഴിയില്ല എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം വിജയരാഘവൻ CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് ഒരത്ഭുതവും അതിലില്ല എന്ന് തന്നെയാണ്. കെ കരുണാകരൻ്റെ വീട്ടിൽ പോലും RSSകാർ കയറിക്കഴിഞ്ഞല്ലോ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അത്ഭുതമില്ലാത്ത വിധം അത്തരം തേടിപ്പോകലുകൾ ഉണ്ടാകാം. കേരളത്തിലെ മുതിർന്ന ഒരു കോൺഗ്രസ് MP BJP ദേശീയ നേതാക്കളുമായി നേതൃത്വവുമായി ആലോചന നടത്തിക്കഴിഞ്ഞു എന്ന് ദേശീയ തലത്തിൽ നിന്ന് വന്ന വാർത്തയാണ്, സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തയല്ല. അത്തരം ഗൗരവമുള്ള പല വാർത്തകളും മുൻപ് കൊടുത്തതിൻ്റെ ഒരു പശ്ചാത്തലം ദില്ലിയിൽ നിന്നുള്ള ഈ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയ്ക്കുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യാറുമുണ്ട്. അത് പലപ്പോഴും പല ഘട്ടത്തിലും ശരിയായ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് താനും. ഇതെല്ലാം വരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ ചർച്ചയിൽ ശ്രീ സേനാപതി എന്തു പറയും? ഞാൻ ഡോക്ടർ ലാലെ, ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണ് ഈ വാർത്ത വന്നത്. ശരത്തെ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണ് ഈ വാർത്ത വന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് കോട്ടയം എഡിഷനാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. ഞങ്ങളുടെ ജില്ലയിലൊക്കെ വരുന്നത്, ഇടുക്കിയിലേക്ക് വരുന്നത് കോട്ടയം എഡിഷനാണ്. അപ്പൊ ഞാൻ പരതി നോക്കി ഒരു സൈഡ് മുതൽ അങ്ങേയറ്റം വരെ. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കണ്ടില്ല. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഇത് ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ആണോ എന്ന്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ അവിടുത്തെ ഒരു എഡിഷനിലാണ് ഈ വാർത്ത. മാനേജ്മെന്റ് രണ്ടാണ്, അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ വരുന്നതും അത് മാനേജ്മെന്റ് രണ്ടാണ്. അതെ, ഗോയങ്ക ഗ്രൂപ്പ് ആണെങ്കിലും ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണ് ഈ വാർത്ത വന്നത്. ഇന്ത്യൻ എക്സ്പ്രസിലാണ് ഈ വാർത്ത വന്നത് കരുതുന്നത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോ ഇതില് ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഒരു തമാശ മാത്രം. ഇത് ഏതെങ്കിലും ഒരു പത്രക്കാരൻ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു തമാശ മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഒരാളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിട്ടേണോ ഒക്കെ കിട്ടണമല്ലോ. ഇപ്പോഴത്തെ BJP-യുടെ ദേശീയ തലത്തിലെ അവരുടെ ഒരു സ്ഥിതിവിശേഷം എന്താ? അവര് ഇലക്ഷന് മുമ്പ് 400 പ്രഖ്യാപനം നടത്തി, 303 കയ്യിലുണ്ടായിരുന്നു. ആകെ കിട്ടിയത് 240. അവര് പോലും ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് അവരുടെ ഭരണം ഒന്ന് കേന്ദ്രത്തിൽ നിലനിർത്താനായിട്ട്. നമ്മൾ കണ്ടല്ലോ, ബജറ്റിൽ 26,000 കോടിയും 36,000 കോടിയും ഒക്കെ 2 സംസ്ഥാനങ്ങൾക്ക്, ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ബീഹാറിനും ഒക്കെ അനുവദിച്ചുകൊണ്ടാണ് അവരുടെ ബജറ്റ് പോലും ഒന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോ ഏറ്റവും അടുത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിലാണ്. ഇപ്പോ ഇന്ന് കാണുന്ന ഒരു ചിത്രം, BJP-യുടെ ആദ്യ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരുമ്പോഴേക്കും പഴയ മന്ത്രിമാരും പഴയ MLA-മാരും ഒക്കെ പുറത്തോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ ദില്ലിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന. ആ ഹരിയാനയിൽ പോലും BJP-യുടെ സ്ഥിതിവിശേഷം വളരെ എന്താ പറഞ്ഞേ, പരിതാപകരം എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് വളരെ മോശകരമായ ഒരു സ്ഥിതിവിശേഷം. ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന സർവേകളിൽ 2/3 ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ സമ്മതിച്ചു. സേനാപതി വാദത്തിന് അത് അംഗീകരിക്കാം, നമുക്ക് ആ ചർച്ചയിലേക്ക് വരികയും ചെയ്യാം. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചർച്ചയുടെ ഭാഗമായി ഈ രാഷ്ട്രീയം വിശദീകരിക്കുന്നു താങ്കൾ, അത് നല്ല കാര്യമാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് താങ്കൾ അത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. കാരണം UDF ചെയർമാനാണ്, അതുപോലെ പ്രതിപക്ഷ നേതാവാണ്. VD സതീശൻ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇത്ര സ്മാർട്ടായിട്ട് ഈ രാഷ്ട്രീയം പറയാൻ തയ്യാറാകാതിരുന്നത്? അദ്ദേഹത്തിന് ഒരു ആശയക്കുഴപ്പം. VD സതീശൻ ആ ചോദ്യത്തെ ചിലപ്പോൾ ഒരു തമാശയായിട്ടാണ് എടുത്തത്. കാരണം കേരളത്തിൽ ഒരാളും, ഞാൻ പറഞ്ഞല്ലോ, ഈ ചില ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വരുന്നതിന് മുമ്പ് ഇങ്ങനെ തമാശയല്ലല്ലോ, ഇന്ത്യൻ എക്സ്പ്രസിൽ എങ്ങനെയാണ് തമാശയാവുക? ശ്രീ സേനാപതി നോക്കൂ, താങ്കൾ മുമ്പും പറഞ്ഞു ഇതൊരു തമാശയാണെന്ന്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നു. നമ്മൾക്കറിയാം, ആ കാലത്ത് ദീർഘമായി വാർത്തകളിൽ വന്നിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ പൊടുന്നനവെ നിങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട്, എത്ര വലിയ ഓപ്പറേഷനാണ് അണിയറയിൽ നടന്നത്, നിങ്ങൾ പോലും അവസാന നിമിഷമാണ് അതറിഞ്ഞത്. നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിൽ പല ആളുകളും അത് ഒഴിവാക്കാൻ അവസാന ഘട്ടത്തിലൊക്കെ ഇടപെട്ടപ്പോൾ വളരെ വൈകിപ്പോയി. അത്രമേൽ അവർ അധിക്ഷേപിക്കപ്പെട്ടു. പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് പറയുന്ന നിലയിൽ പരിഹാര ശ്രമം, സമവായ ശ്രമമൊക്കെ പാളിപ്പോയി. മാധ്യമങ്ങളിലൂടെയാണ് ഇത് പുറത്തു വന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പരിഹസിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണെന്ന് പറയാം. പക്ഷേ നാളെ അത് യാഥാർത്ഥ്യമാകുന്നൊരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി പോകുമ്പോൾ ഇതേ അമ്പരപ്പ് എല്ലാവരിലും ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരിൽ. ഞാൻ പറഞ്ഞത്, പക്ഷേ അതെല്ലാം പുറത്തേക്ക് വരുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്നതുകൂടി പല ഘട്ടത്തിലും നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. അതുകൊണ്ട് ഇന്ന് തമാശയായി തോന്നാം, പക്ഷേ നാളെ കാര്യമായാലോ? ആ ആശങ്ക പ്രതിപക്ഷ നേതാവിനുണ്ടോ സേനാപതി വേണു?
ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് അങ്ങനെ തോന്നിയാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. നേരത്തെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഈ വാർത്തയിൽ വന്നിരിക്കുന്ന ഒരു MP പോകുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത സ്ഥാനാർത്ഥി പോകട്ടെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച ആള് ഉദ്ദേശിച്ച സീറ്റ് കിട്ടാതെയൊക്കെ ആളുകൾ പോകുന്നു എന്നുള്ളത് അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെ വാർത്തയാണ്. ഇവിടെ പറയുന്നത് എന്താ, ഒരു MP പോകുന്നു എന്നുള്ളതാണ്. വിലയുള്ള കാലത്ത് പോവുക എന്നാണ്, 2 മുസ്ലിം ലീഗ് വിലയോടെ പോവുക, കേക്ക്. നല്ല വിലയുണ്ടാകും അല്ലേ? എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതെങ്ങനെയാന്ന് വില? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി ഇപ്പൊ വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ ശരി നിങ്ങൾ വാ ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കൊരു ഒരു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഏതായാലും രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ അതല്ല രാജ്യരക്ഷാ മന്ത്രിയോ അങ്ങനെ ഒന്നും വേക്കൻസി ഇല്ല. ഇപ്പൊ കേരളത്തിൽ നിന്ന് ആ ജയിച്ചു വേക്കൻസി പോയ നമ്മളായിരുന്നല്ലോ വകുപ്പ് തീരുമാനിക്കുന്നത്. എന്താണെന്ന് ആളെത്തിയാൽ വേക്കൻസി താനേ വരുമെന്നേ. ആളെത്തിയാൽ വേക്കൻസി ഒക്കെ താനേ വരും. രാഷ്ട്രീയത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ MP, രാജ്യസഭയിലേക്കല്ല ഞാൻ പറഞ്ഞത്, ലോക്സഭയിലേക്ക് ജയിച്ചു പോയ MP-യുടെ വകുപ്പ് എന്താണെന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരദിനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ആ മന്ത്രിക്ക് തന്നെ അറിയാവുന്ന പോലും സംശയമാണ്. അദ്ദേഹം 68-മതോ 71-മതോ ആയിട്ട് അന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നമ്മളൊക്കെ കണ്ടതാണ്. കേരളത്തിൽ നിന്ന് ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് കേന്ദ്രമന്ത്രിയാകുന്നത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അവിടെ നേരിട്ട് ജയിച്ചു ചെന്ന ഒരാളുടെ സ്ഥിതിവിശേഷം അതാണ് എങ്കിൽ ഈ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വാർത്തയെ ഞങ്ങൾ ഇതിനെ ഒരു ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇത് ആരോ വാർത്തയ്ക്ക് വേണ്ടി പടച്ചുവിട്ടിയ ഒരു വാർത്ത. പിന്നെ ഇപ്പോ ഈ വാർത്ത കേരളത്തിൽ അതിലേക്ക് വരാം. സേനാപതി വരുന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാതെല്ലാം.